ശ്രീരാമ ഭക്ത സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ തേവരുടെ മഖീരം പുറപ്പാടിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കൽ പൂരം ആറാട്ട് ദിവസം നടത്താറുള്ള ആറാട്ടുകഞ്ഞി വിതരണം നാട്ടിക പഞ്ചായത്ത് മെമ്പർ അംബിക ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ ആദ്യ ആറാട്ടുകഞ്ഞി വിതരണം നിർവഹിച്ചു. സമിതി സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, വൈസ് പ്രസിഡന്റ് സുധീർ ആലക്കൽ, രക്ഷാധികാരി ജഗദീഷ്, കോയമ്പത്തൂർ ജോൾസൻ, വിജയ് കുമാർ മേനോൻ, സമിതി അംഗങ്ങളായ വിനോദ്, രാജേന്ദ്രൻ തൈവളപ്പിൽ, ഗോപാൽജി തണ്ടാശ്ശേരി, ഷീമ ആലക്കൽ, പടിപ്പുരയ്ക്കൽ ഉണ്ണിമേനോൻ, വസന്തൻ കുണ്ടായിൽ, സക്കീർ ഹുസൈൻ, നൌഫൽ കുട്ടമംഗലം, ജ്യോതിഷ് തൃപ്രയാർ, അജിത മനോഹരൻ, രഹന ബിനീഷ്, ഹരിദാസ് സുധീർ, അംബുജം, ബിനു ദിവാസ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീരാമക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിലാൽ, സെക്രട്ടറി സുനിൽ വെന്നിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്തിൻ്റെ പ്രമാണിത്വം നമ്മുടെ ചേട്ടാനിക വിജയന്മാരാണ്. അതേപോലെ കല്ലേക്കലാണ് കൃഷ്ണവാര്യരാണ് അതിൻ്റെ പഞ്ചായത്ത്. അതിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കിഴക്കേ നടയിലുള്ള നടപ്പാത, രാജപാത എന്ന് പേരിട്ടുള്ള നടപ്പാതയുടെ ഉദ്ഘാടനം അതിന് മുന്നോടിയായിട്ട് തലേ ദിവസം 27-ാം തീയതി നടക്കുന്നുണ്ട് 4:30. അത് എൻ്റെ സമ്പൂർണമായിട്ടുള്ള അതിൻ്റെ രാജപാത ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ട് അത് പൂർണ്ണമായിട്ടും വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് ദേവസ്ഥാനം മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ ഉണ്ണി ദാമോദരൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വഴിപാടായിട്ടാണ് ആ ടൈൽ വിരിച്ച് ഇവിടെ നമ്മുടെ മെയിൻ റോഡ് മുതൽ സരയൂ തീരം വരെ വളരെ മനോഹരമാക്കി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം 27-ാം തീയതി വെള്ളിയാഴ്ച 4:30 നടക്കും. ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ബഹുമാന പ്രസിഡന്റ് രവീന്ദ്രൻ അവറുകളാണ്. അതേപോലെ തന്നെ ആ അവസരത്തിൽ ഉണ്ണി ദാമോദരനെ അദ്ദേഹം മൊമെൻറ്റോ നൽകി ആദരിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ അപ്പോൾ അതിൻ്റെ 2 ചടങ്ങാണല്ലോ. ഇപ്പോൾ 27-ാം തീയതി നമ്മുടെ റോഡിൻ്റെ രാജപാതയുടെ ഉദ്ഘാടനവും 28-ാം തീയതി നമ്മുടെ കിഴക്കേ നടപ്പൂരത്തിൻ്റെ ഒരു കടക്കണതിൻ്റെ കിഴക്കേ നടപ്പൂരവും നടക്കുന്നുണ്ട്. ഈ 2 സംഭവങ്ങളാണ് ഇക്കൊല്ലം പ്രത്യേകമായിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ വർഷം കിഴക്കേ നട പൂരത്തിന് മണ്ഡപത്തിലെത്തി കഴിഞ്ഞാൽ ആദ്യ പറ വയ്ക്കുന്നത് ആമലത്ത് വീട്ടുകാരുടെ അവകാശമാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവകാശിയായിട്ടുള്ള തറവാട്ടിലെ ദേവയാനിയമ്മ, ഓമനമ്മ എന്ന് വിളിക്കുന്ന ദേവനിയമ്മ ഈ പ്രാവശ്യം ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതേപോലെ ചോറ്റാനിക്കര വിജയന്മാരെയും കല്ലേക്കുള്ള കൃഷ്ണവാര്യരെയും നമ്മുടെ ഓണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് ഗ്രാമപണിക്കരാണ് അവരെ എല്ലാ പോലെ ആദരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ പൂരത്തോടനുബന്ധിച്ച് പറയാനുള്ളത്.